ഒരു കാര്യം, ഒരു റൊമാൻറ്റിക് ഡിസ്ട്രക്ഷൻ, ഞാനതിനെ കാൽപ്പനികമായ ഒരു നശീകരണം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുമൊക്കെ നമ്മൾ കാണാതെ പോകുന്നതാണ്. പലപ്പോഴും പല വൈദ്യുതകളും നമ്മൾ അതിനോടുള്ള ആ ഒരു സ്നേഹം മൂത്തിട്ട് അതിനെ നമ്മൾ നശിപ്പിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ആദ്യം ഹക്കീം തന്നെ ഇവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒരു പൈതൃകം, അതൊരു പള്ളിയുടെ ആയാലും അമ്പലത്തിന്റെ ആയാലും ഏത് മതസ്ഥരുടെ ആയാലും എന്ത് തന്നെയായാലും ഒരു വേണ്ട ഒന്നും വേണ്ട, ചുരുക്കി പറഞ്ഞ സർപ്പക്കാവുകൾ. സർപ്പക്കാവുകളുടെ കാവൽ കന്യകയാണ്. സർപ്പക്കാവുകളുടെ സങ്കല്പം തന്നെ എന്ന് പറയുന്ന ഒരു ബാബിലോണിയൻ കൺസെപ്റ്റിൽ നിന്നുണ്ടായതാണ്. ഇവിടെ എന്ത് തന്നെയാണ്, ഞാൻ ചർച്ചയിലേക്കില്ലാണോ, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യുന്നു. അപ്പോ ഈ സർപ്പക്കാവുകളെ ഇന്ന് അതിന്റെ അംശം എന്ന് പറയുന്നത് നമ്മൾ നശിപ്പിക്കപ്പെടുന്ന ഒരു വനത്തിന്റെ റെപ്രസെന്റേറ്റീവിനെ നമ്മുടെ ഹൃദയമാക്കി ഒരു ഗ്രാമത്തിന്റെ സെന്ററിൽ നിർത്തുകയാണ്. അതുകൊണ്ടാണ് കാവ് ഇന്ത്യയെ കുളം പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ കാവിന് ജലം കൊടുക്കാൻ കഴിയുന്നതല്ല നമ്മുടെ കർമ്മമാർക്ക് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ആ സർപ്പക്കാവുകളോടുള്ള സ്നേഹം മൂന്നിട്ട് പലരും കാവുകൾക്ക് ചുറ്റുമുള്ള മരങ്ങളും ആ വൃക്ഷങ്ങളും എല്ലാം നശിപ്പിച്ച് അവിടെ നമ്മുടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതുവയ്ക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള നശീകരണം നടക്കുന്നുണ്ട്. അതിന് നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്ന് റീജിയണലിസവും കൾച്ചറൽ പ്രഷേഴ്സും, പ്രാദേശികമായിട്ടുള്ള മാറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ ചിലതിനെയെല്ലാം നമ്മൾ ഒഴിവാക്കുന്നു, ചിലതിനെ നമ്മൾ സംരക്ഷിക്കുന്നു. മറ്റൊന്ന് ഏലിയനേറ്റിംഗ് ലോക്കൽ പീപ്പിൾ ഫ്രം കൺസർവേഷൻ. അതൊരു വലിയ വിഷയം തന്നെയാണ്. നമുക്കൊരിക്കലും നിയമങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഫോഴ്സ് കൊണ്ടും സംരക്ഷണത്തെ പൂർണ്ണമായിട്ടും ഉറപ്പിലാക്കാൻ കഴിയില്ല. അവിടെ സാധാരണക്കാരെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളെ ഈ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ മൊനുമെന്റ്സിൽ നിന്നും, ഒരു മൊനുമെന്റ് ഡിക്ലെയർ ചെയ്താൽ പോലും ആ മൊനുമെന്റിൽ നിന്നും അകറ്റി നിർത്തി വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതും ഈ ഒരു നാശത്തിന് കാരണമാകുന്നു. മറ്റൊന്ന് റീഡിഫൈനിങ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് ഓഫ് മൊനുമെന്റ്സ്. നമുക്കറിയാം, ഒരു പൈതൃകത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, അതിന്റെ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതൊരു ഹിസ്റ്റോറിക്കൽ വാല്യൂ ആണ് പറയുന്നത്. ഈ ഹിസ്റ്റോറിക്കൽ വാല്യൂവിന് കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം. ഹിസ്റ്റോറിക്കൽ വാല്യൂവിന് കുഴപ്പം, ഹിസ്റ്റോറിക്കൽ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയുന്ന ചരിത്രം നല്ല നാളെ നമ്മൾ പറയുന്നത് കണ്ടെത്തുന്നത്. അപ്പൊ ചരിത്രത്തെയും പുരാവസ്തുവിനെയും രണ്ടാക്കി നിലനിർത്തിക്കൊണ്ട് വേണം സംരക്ഷിക്കാൻ. ചരിത്രത്തെ മാത്രം അസൈൻ ചെയ്തതിലേക്ക് കൊടുത്തിട്ട് അതിന് നമ്മൾ സംരക്ഷിക്കാൻ തോന്നുമ്പോൾ അടുത്തൊരു ഭരണം മാറി വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു അധികാരികൾ മാറി വരുമ്പോൾ നമ്മൾ ചരിത്രത്തെ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തെ തിരുത്തി എഴുതുമ്പോൾ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം നഷ്ടപ്പെടുമ്പോൾ ഈ മൊനുമെന്റിന്റെ പ്രാധാന്യം നഷ്ടപ്പെടാം, അതല്ലെങ്കിൽ മൊനുമെന്റിന് കൂടുതൽ പ്രാധാന്യം കിട്ടാം. മൊനുമെന്റാണ്. വെദർ ഇറ്റ് ഈസ് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, റീജിയനിസം ഒന്നുമല്ല ഒരു വിഷയം. ഒരു ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മൊനുമെന്റാണ്. ആ മൊനുമെന്റിന്റെ പഴക്കം നമ്മൾ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ കണ്ടെത്തി അത് അപഗ്രഥിച്ചു വെക്കുന്നു. ഓക്കെ, 1500 വർഷം 2000 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു ജനവിഭാഗം. ആ ജനവിഭാഗം ആരും ആവട്ടെ, ഇന്നിപ്പോ കേരളയിൽ എക്സ്കവേഷൻ നടക്കുന്നുണ്ട്. ആ എക്സ്കവേഷനിൽ എല്ലാവരുടെയും ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അവരുടെ ദൈവങ്ങളൊന്നും എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു ആക്ഷേപമായിട്ടാണ് പലരും ഉന്നയിക്കുന്നത്. അപ്പോ ആർക്കിയോളജിയെ അല്ലെങ്കിൽ ഒരു പുരാവസ്തുവിനെ ഒരു ആർക്കിയോളജിസ്റ്റിന്റെ വ്യൂ പോയിന്റ് തന്നെ നിർത്തുകയും ചരിത്രത്തെ കുറച്ചുകൂടി മാറ്റി നിർത്തി ഇതിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചരിത്രം നമ്മൾ പലപ്പോഴും ഇതിന്റെ വ്യക്തമായിട്ടുള്ള കൾച്ചറൽ വാല്യൂവിനെ ഡിഫൈൻ ചെയ്യുന്നതിന് കാരണമാകുന്നു. കൾച്ചറൽ വാല്യൂവിനെ ഡിഫൈൻ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നത് പലപ്പോഴും മൊനുമെന്റിന്റെ സംരക്ഷണത്തെ ബാധിക്കുന്നു. Then over involvement of history rather than archaeology and conservation of monument. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് പല പൊളിക്കലുകളുടെയും കാലമാണ്, നിരത്തലുകളുടെയും കാലമാണ്, പുതിയ പുതിയ കണ്ടെത്തലുകളുടെ കാലമാണ്. അപ്പോ ഈ മൊനുമെന്റ് കൺസർവേഷനിലേക്ക് നമ്മൾ ഇതുകൂടി കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഇത് പലപ്പോഴും വിവാദപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് പക്ഷേ വിവാദപരമായിട്ടുള്ള ഒരു കാര്യമാവാം എന്ന് വെച്ച് എനിക്കതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇത് പ്രത്യേകിച്ച് എനിക്ക് ഇതിൽ ഒന്നും ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് അറിഞ്ഞുകൊണ്ടുള്ള വിഷയമൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളത് മാത്രമാണ് പറയുന്നത്. അതിൽ ആർക്കെങ്കിലും അസംതൃപ്തി കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക.
പൊളിക്കുമ്പോഴും അല്ലെങ്കിൽ കണ്ടെത്തുമ്പോഴും നമ്മൾ പലതും ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ബാൺപുരയിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാനൊരു പ്രവർത്തനത്തിലുണ്ട് ബാൺപുര. ആ ബാൺപുരയില് തക്ഷന്റെ നാടാണ് ബാൺപുര. ആ തക്ഷൻ എന്ന് പറയുന്നത് നാഗനായിരുന്നു. നമുക്കറിയാം തക്ഷന്റെ കഥ നമുക്കറിയാം, ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല. പക്ഷെ തക്ഷന്റെ ഗ്രാമവും തക്ഷന്റെ ക്ഷേത്രവും ഇന്നും സംരക്ഷിക്കപ്പെടാതെ കിടക്കുകയാണ്, അവിടെ നാശോന്മുഖമായിരിക്കുകയാണ്. അപ്പൊ പലതും പൊളിക്കുമ്പോൾ അതിന്റെ അടിയിൽ നിന്ന് പലതും നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തി അവസാനം വരെ കൊടുക്കാനാണെങ്കിൽ വീണ്ടും നമ്മൾ ഒരുപാട് പൊളിക്കേണ്ടി വരും. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് ധർമ്മസംഘടനകൾ എന്തൊക്കെയാണ്? എന്നോട് ജോസഫ് സാറിനോട് ചോദ്യമാണ്, എന്തൊക്കെയാണ് നമ്മുടെ ധർമ്മസംഘടനകൾ? അതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് പൊളിറ്റിക്സ് ഓഫ് ഹെറിറ്റേജ് ആൻഡ് മോണുമെന്റ്സ്. അത് നമ്മുടെ ധർമ്മസംഘടനമാണ്. കാരണം എന്തുകൊണ്ടാണ് ധർമ്മസംഘടനവും വെല്ലുവിളി ഉണ്ടാകുന്നത്? വെല്ലുവിളികൾക്ക് നമുക്ക് പലപ്പോഴും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. പക്ഷെ ധർമ്മസംഘടനകൾ പലപ്പോഴും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. കാര്യം ആരും അതിനെ അങ്ങനെ അഡ്രസ് ചെയ്യാറില്ല. അപ്പോ ഈ മോണുമെന്റിന്റെ അല്ലെങ്കിൽ പൈതൃകത്തിന്റെ ഒരു രാഷ്ട്രീയമാണ്. ഈ പൈതൃകത്തിന്റെ രാഷ്ട്രീയമാണ് പൈതൃക സംരക്ഷണത്തിന് പലപ്പോഴും വെല്ലുവിളിയായിട്ടും തടസ്സമായിട്ടും നിൽക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിലെല്ലാം നമ്മൾ ചിന്തിക്കണം, ഇതുപോലെ ജനബാഹുല്യമുള്ള, ഇത്ര കൊണ്ട് വൈവിധ്യമുള്ള, സാംസ്കാരിക വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. ലാർജ് കോർപ്പസ് ഓഫ് മോണുമെന്റ്, ധാരാളമായിട്ടുള്ള മോണുമെന്റ്സ് നമുക്കുണ്ട്. അത് നമ്മുടെ ധർമ്മസംഘടനമാണ്. കാര്യം നല്ലതാണ്. പക്ഷേ സംരക്ഷണത്തിന്റെ ആസ്പെക്ട് വരുമ്പോൾ അത് നമുക്ക് ധർമ്മസംഘടനമാണ്. ലാക്ക് ഓഫ് ഫണ്ട്സ്, ഇതിനെല്ലാത്തിനും നമുക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത്. മറ്റൊന്ന് റീഹാബിലിറ്റേറ്റിംഗ് ദ പൂവർ ഹു എൻക്രോച്ച്ഡ് മോണുമെന്റ്സ്. നമുക്ക് ബദാമി പോയാൽ അറിയാം. ബദാമി നമുക്ക് അടുത്തുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ബദാമി. ആ ബദാമി ഫോർട്ടിന്റെയും ബദാമി മോണുമെന്റിന്റെയും ചുറ്റുവട്ടത്ത് പല മോണുമെന്റ്സിലും നിന്ന് ആളുകൾ താമസിക്കുകയാണ്. അവരെ ഗവൺമെന്റിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു ധർമ്മസംഘടന എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നല്ലൊരു സ്ഥലത്ത്, കാരണം അവിടെ താമസിക്കുന്ന പലരും അധികൃത വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു മറ്റുള്ളവർ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവിടുത്തെ ഒരു സാമൂഹിക പരിസ്ഥിതി വെച്ചിട്ട് കൊണ്ടുപോയി താമസിപ്പിക്കാൻ പാർപ്പിക്കാൻ പറ്റില്ല. അവരവിടെ പോരില്ല. അപ്പൊ ഇവരെ കൺവിൻസ് ചെയ്യിക്കണം. ഇത് ഫോഴ്സ് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് നമ്മളുടെ ഒരു ധർമ്മസംഘടനമാണ്. Then assigning historical, cultural and social values to monuments. ഇത്രയുമാണ് എനിക്ക് ഡിലേയായി പറയുന്നത്. Preferences and privileges. നമ്മൾ ഏത് സംരക്ഷിക്കണം, ഏത് സംരക്ഷിക്കണ്ട, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം സംരക്ഷിക്കണം നമ്മുടെ ആഗ്രഹം. പക്ഷെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഏത് സംരക്ഷിക്കണം, ഏത് സംരക്ഷിക്കേണ്ട എന്നാണ്. അതിന്റെ ഒരു പ്രധാന വിഷയം വരുന്നത് നമുക്ക് ഇത്ര കണ്ട് ബാഹുല്യം, സാംസ്കാരിക വൈവിധ്യമുള്ള അല്ലെങ്കിൽ മോണുമെന്റ്സിന്റെ വലിയൊരു ബാഹുല്യം നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് നമുക്ക് വേണ്ടിവരുന്നത്. ഇനി നമുക്ക് ഞാൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് അഡ്രസ് ചെയ്യുന്നില്ല, സൊല്യൂഷൻസിലേക്ക് വരാം. ഈ ജനറൽ ആയിട്ടുള്ള ചലഞ്ചസിന് പലപ്പോഴും നമ്മൾ പല പല ഫോറങ്ങളിലും ധാരാളം സംസാരിക്കുകയും ഇതിനെല്ലാം സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അഡ്രസ് ചെയ്യാത്ത വിഷയങ്ങളിലേക്കുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം. ഷിഫ്റ്റ് ഫോക്കസ് ഫ്രം ഹിസ്റ്ററി ആർക്കിയോളജി. ഹിസ്റ്ററിയിൽ നിന്നും ആർക്കിയോളജിയിലേക്ക് ആ ഫോക്കസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ആ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു മോണുമെന്റിന് നമുക്ക് നന്നായിട്ട് സംരക്ഷിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ പല പല വിവാദങ്ങൾക്ക് കാരണം. അവിടെ ആർക്കിയോളജിയാണ് അവിടെ ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സംരക്ഷണം വളരെ സുഗമമായിരിക്കും. Then mythology in assigning social values to monuments. അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു മോണുമെന്റിന്റെ സോഷ്യൽ വാല്യൂവിലേക്ക് നമ്മൾ അതിന്റെ മിത്തോളജി അസൈൻ ചെയ്യാതിരിക്കുക. ഇപ്പൊ പാണ്ഡ്യം, ഇപ്പോ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഈ പറയുന്ന സിസ്റ്റ് ബറിയൽസും ആർട്ട് ബറിയൽസും അതുപോലെ തന്നെ ഡോൾമെന്റ്സ് ധാരാളമായിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രാദേശികമായിട്ട് അവരുടെ ഒരു വിശ്വാസം, ആദിവാസികൾ പലപ്പോഴും ഇത് നശിപ്പിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസപ്രകാരം അത് പാണ്ഡ്യം ചോട്ടി എന്ന് പറയുന്ന 4 അടിയിൽ മാത്രം ഉയരമുണ്ടായിരുന്ന ഒരു വിഭാഗം ഉണ്ടാക്കിയതാണ്. അവര് വളരെ കൃഷിക്കാരായിരുന്നു. ആ കഥ നമ്മളെ ചുരുക്കി പറയാം. അപ്പോൾ കൃഷിക്കാരായിരുന്നു. ആ കൃഷിക്കാരായിരുന്നു അവരുടെ ധാന്യങ്ങളൊന്നും ഈ ആദിവാസികൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇവർ പോയിട്ട് സഞ്ചാരി എന്ന് പറയുന്ന ഇവരുടെ ദൈവത്തോട് കംപ്ലൈന്റ് പറയുകയും ആ ദൈവം ഇവരെ ക്ഷമിക്കുകയും ചെയ്യും.
ഇവരെ ദൈവം ശപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലുമഴ വീഴ്ചിട്ടാണ്. ആ കല്ലുമഴ വീഴുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ഡോൾമൻ ഉണ്ടാക്കും, കൽക്കൂടിൽ പോലെ ഉണ്ടാക്കും. അതിനുശേഷം വീണ്ടും അവരിത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ തീമഴ വീഴും. തീമഴ വീഴുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് സിസ്റ്റ് ബരിയൽസും ഏൺ ബരിയൽസും ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് കയറിയിരുന്നു എന്നതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് പലപ്പോഴും അവർ വെച്ച് അവർക്ക് അവരോട് ബഹുമാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആ മിത്തോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ഒഴിവാക്കുകയും അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ള ഒരു മനസ്സിനെ ഉണ്ടാകുന്നു. മറ്റൊരു കാര്യം, സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് ഓഫ് മോണുമെന്റ്സ് നെവർ ചേഞ്ച്, ഈവൻ ചേഞ്ചസ് ഇൻ ഹിസ്റ്ററി ടേക്കൺ പ്ലേസ്. ചരിത്രം മാറിയാലും മൊനുമെന്റിന്റെ യാഥാർത്ഥ്യം, മൊനുമെന്റ് എന്താണെന്നുള്ളത് ആ ഒരു സത്യം അതൊരിക്കലും മാറുന്നില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു മോണുമെന്റിന്റെ സോഷ്യൽ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, കൾച്ചറൽ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് വളരെ സുപ്രധാനമാണ്. Monument conservation policy should be formulated through multidisciplinary approach. ഇന്ന് നമുക്ക് മൾട്ടിഡിസിപ്ലിനറി അപ്രോച്ച് ഇല്ല. ഇന്ന് നമ്മുടെ ചരിത്രത്തിനെ അടിസ്ഥാനമാക്കിയോ ആർക്കിയോളജിയെ മാത്രം അടിസ്ഥാനമാക്കിയാണ് നമ്മളൊരു പോളിസി ഫോം ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു മൾട്ടിഡിസിപ്ലിനറി അപ്രോച്ച് ആവശ്യമാണ്. പല തരത്തിലുള്ള, കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സംസ്കാരം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ചരിത്രം മാത്രമല്ല ഇൻവോൾവ് ആയിട്ടുള്ളത്. ചരിത്രം മാത്രമല്ല, ആ മനുഷ്യൻ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ മാൻ ആൻഡ് എൻവയോൺമെന്റ് ആണ്, മനുഷ്യനും പരിസ്ഥിതിയുമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെയും അതുപോലെ തന്നെ ആ ഒരു പ്രാചീന കാലഘട്ടത്തെ ആ ഒരു മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ വാല്യൂ കിട്ടും. ഇനി മറ്റൊന്ന് അവയർനെസ്സിലുള്ള പ്രോബ്ലമാണ്. നമ്മൾ പറയുന്നുണ്ട് നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ എല്ലാം ചെയ്യാം, അവയർനെസ് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അവയർനെസ്? ധാരാളമായിട്ട് എത്രയോ കാലങ്ങളായി നമ്മൾ അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അവയർനെസ് ക്യാമ്പയിൻ എഫക്റ്റീവായിട്ട് ചെയ്യുന്നതിനുള്ള എനിക്ക് കൊടുക്കാനുള്ള കുറച്ച് സജഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഡിസൈൻ അവയർനെസ് പ്രോഗ്രാം ഓൺ ദ ബേസിസ് ഓഫ് നോളജ് ബേസ് ഓഫ് ഓഡിയൻസ്. അത് വളരെ പ്രധാനമാണ്. സ്കൂൾ കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കുന്ന അവയർനെസ് ക്യാമ്പയിനും മുതിർന്നവരിൽ അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമുള്ളതായിട്ടുള്ള ആളുകളുടെ ഇടയിൽ കൊടുക്കുന്ന അവയർനെസ് ക്യാമ്പയിനും ഒരു ആദിവാസി മേഖലയിൽ കൊടുക്കുന്ന അവയർനെസ് ക്യാമ്പയിനും വ്യത്യസ്തമായ ഡിസൈൻ ഫോർമാറ്റിലായിരിക്കണം. അതിന് വേണ്ട ഫ്രെയിം ഡിഫറെന്റ് ആയിരിക്കണം. മറ്റൊന്ന്, സ്റ്റാർട്ട് അവയർനെസ് പ്രോഗ്രാം ഫ്രം ലോക്കൽ പീപ്പിൾ, എത്നോളജിക്കൽ സർവേ ആൻഡ് റീഇൻസ്റ്റേറ്റ് ദർ കൾച്ചറൽ ഓണർഷിപ്പ് ഓൺ ദം. അത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ പ്രവർത്തനത്തിൽ. കാരണം ഒരു പ്രദേശത്ത് ഒരു മോനുമെന്റ് ഉണ്ടെങ്കിൽ ആ മോനുമെന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു എത്നോ ആർക്കിയോളജിക്കൽ സർവേ കണ്ടക്ട് ചെയ്യണം. ആ സർവേയിലൂടെ ഉരുത്തിരിയുന്ന കാര്യങ്ങളിലൂടെ അവിടെയുള്ള ജനങ്ങൾക്ക് അവരോട് പറയുക ഇത് നിങ്ങളുടെ തന്നെയാണ്. ഇപ്പൊ മറയൂരില് ഈ പറയുന്ന പ്രദേശത്തിനോട് അടുത്ത് തന്നെ മറ്റൊരു മൗണ്ട് ഓഫ് ദ ഡെഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ധാരാളം മോനുമെന്റ് ഉണ്ട്. ഈ മോനുമെന്റിന്റെ അവിടെ ഒരു പള്ളിക്കാർ കൊണ്ടുവന്ന് കുരിശു വെച്ചു. അതിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു ക്ഷേത്രം പണിയാനായിട്ട് അവിടെ ഒരു ശൂലവും കുത്തി ക്ഷേത്രവും പണിയാനായിട്ട്. ഈ ക്ഷേത്രം പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ഈ ഡോൾമെന്റിന്റെ കല്ലുകൾ, അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആ കല്ലുകളെല്ലാം ഡോൾമെന്റ് തന്നെ തല്ലി പൊട്ടിച്ച് പലപ്പോഴും അതിന്റെ കല്ലെടുത്തിട്ട് കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. അപ്പൊ നമുക്ക് ഇത് ഒരു മതത്തിന്റെ പ്രശ്നമാണ്, മതവികാരത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വിളിച്ചു. അതിനുശേഷം സംഘകാലഘട്ടത്തെ ആ ഒരു പ്രാധാന്യം, അവിടെ ജീവിച്ചിരുന്ന മനുഷ്യര് നമ്മളുടെ തന്നെ മുത്തച്ഛന്മാരാണെന്നും അവരുടെ ശവക്കല്ലറകളോ അതല്ലെങ്കിൽ അവരുടെ അനുസ്മരണാർത്ഥം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തന്നെ കാരണവന്മാരുടെ, നമ്മുടെ തന്നെ പിതൃക്കളുടെ ഈ സ്മാരകത്തെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയും അവരത് പാലിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു അനുഭവം വളരെ സത്യമായിട്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു എത്നോ ആർക്കിയോളജിക്കൽ സർവേ ഓരോ സ്മാരകത്തിന്റെയും ചുറ്റുവട്ടത്ത് നടത്തുകയും ആ സ്മാരകത്തിനോട് ഈ അവിടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ സംസ്കാരവുമായിട്ട് അവരുടെ പൈതൃകവുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതുണ്ടാകുന്നത് ഈ സംരക്ഷണത്തിന് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ സജഷൻ. Then convert local people from audience to stakeholders. ഇവിടെ നമ്മൾ ഒരു സംരക്ഷണ പ്രവർത്തനം നടത്തുമ്പോൾ കുറെ ആളുകൾ വരുന്നു, കുറെ ആർക്കിയോളജിസ്റ്റുകൾ വരുന്നു, ഹിസ്റ്റോറിയൻസ് വരുന്നു, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ വരുന്നു. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സംരക്ഷണ പ്രവർത്തനം ആരംഭിക്കും. ഇവിടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ലോക്കലായിട്ടുള്ള ആളുകൾ ഏലിയനേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്.
ഇപ്പോ അതും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മറയൂര് ഈ ഡോൾമെനുകളുടെ സംരക്ഷണത്തിന് പഞ്ചായത്തിന്റെ ഒരു അനുമതിയോട് കൂടിയിട്ട് അവരുടെ ഒരു ചെറിയ ഫണ്ടിങ്ങോട് കൂടിയാണ് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട കുറെ ആദിവാസികളെയും അവിടെ ജീവിക്കുന്ന ആളുകളെയും എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ അവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നതിനും അവരെ കാണിച്ചു കൊടുക്കുന്നതിനും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും അവരെ പ്രാപ്തരാക്കി. അവിടെ നമ്മൾ ബോർഡുകളൊക്കെ വെച്ച് അവർക്ക് വളരെ പെട്ടെന്ന് ഇത് ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് അവരത് സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് അത് സസ്റ്റൈനബിൾ ആണ്, അതിലേക്ക് വരാൻ. അപ്പോൾ അവരെ എപ്പോഴും നമ്മൾ അകറ്റി നിർത്താതെ അവരെ ഈ മോണുമെന്റിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് മാറ്റുക. In a world where people can compete for resource and accumulation rather than survival, make sure an income generation of the conservation. നമ്മൾ വെറുതെ അവയർനെസ് കൊടുത്തുകൊണ്ട് സാധാരണക്കാരൻ കഴിയില്ല. നമ്മൾ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാം ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കണം, ഇത് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ നമ്മൾ സെമിനാർ കേൾക്കുന്നു, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പാലിക്കുകയായിരിക്കും. പക്ഷേ ഒരു സാധാരണക്കാരൻ, ഇതിനോട് അനുബന്ധിച്ച് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ, ഒരു കൂലിവേലക്കാരൻ, അവന്റെ സമയവും അവന്റെ ജീവിതവും ഇത് സംരക്ഷിക്കാൻ വേണ്ടി അവൻ മുടക്കുമ്പോൾ അവന് ഒരു ഒരുപാടുണ്ടാവണം. അപ്പൊ അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് സസ്റ്റൈനബിൾ കൺസർവേഷൻ ആവുകയുള്ളൂ. അതിനുള്ള പദ്ധതിയാണ് ഞാൻ വീണ്ടും അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. Then the heritage should be compulsory subject in all levels of education. നമുക്കറിയാം ആഫ്രിക്കയിൽ പോലും മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ചരിത്രം പഠിച്ചിരിക്കണം. നമുക്കിവിടെ മാത്രമേ ഉള്ളൂ 10ാം ക്ലാസ് വരെ ചരിത്രമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വേറെ ഓരോ സ്പെഷ്യലൈസേഷനിലേക്ക് പോകും. ഒന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഏത് സ്പെഷ്യലൈസേഷനിലാണെങ്കിലും ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലാണെങ്കിലും അവിടെ നമ്മുടെ പൈതൃകം, ഹെറിറ്റേജ്, ചരിത്രം അതിന്റെ ഒരു പേപ്പറിൽ ഉൾക്കൊള്ളിക്കാൻ ഈവൻ മെഡിസിൻ പഠിക്കുമ്പോഴായാലും എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനോടൊരു ബഹുമാനം ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ, ഒഴിവാക്കാൻ പറ്റുന്നതല്ല എന്നുള്ള ഒരു തോന്നല് ഉണ്ടാക്കാൻ കഴിയും. മറ്റൊന്ന്, അവയർനെസ് പ്രോഗ്രാം ഷുഡ് ബി വിത്ത് ഫീൽഡ് വിസിറ്റ്, സർവേ, റിപ്പോർട്ട് മേക്കിംഗ് ആൻഡ് റിപ്പോർട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ അവയർനെസ് പ്രോഗ്രാം എല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഹാളിൽ മാത്രം, ഞാൻ വളരെ അത്യപൂർവമായിട്ടാണ് ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് സിദ്ധാന്തങ്ങളിൽ. എവിടെയെങ്കിലും ഇതുപോലെ തന്നെ ഒരു ആക്റ്റീവായിട്ട് വരുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ പോവുകയും അവരെ ആയിട്ട് ഫീൽഡിൽ പോവുകയൊക്കെയാണ് നമ്മൾ ചെയ്യാറ് സാധാരണ. അപ്പോൾ ഇത്തരം അവയർനെസ് ക്യാമ്പുകൾക്ക് അല്ലെങ്കിൽ ക്യാമ്പയിനുകൾ എപ്പോഴും ഒരു ഫീൽഡ് വിസിറ്റും താല്പര്യമുള്ളവരെ കൊണ്ടുപോകുക. കൂടുതൽ നമ്മൾ ആളുകളെ വെച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. ഒരു ഫീൽഡ് വിസിറ്റും അവരെ കൊണ്ട് തന്നെ സർവേ ചെയ്യുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും അതിനൊരു റിവാർഡ്, ഒരു അംഗീകാരം കൊടുക്കുകയും ഒക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തപ്പെടുമെന്നാണ് എൻ്റെ സജഷൻ. Conservation through local participation. This solution is implemented successfully in my part of the world. എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ന് അത് അനുവർത്തിച്ചു വരികയാണ്. യൂറോപ്പിന്റെ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം സംസ്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമുണ്ട്. നമ്മൾ സംസ്കാരിക്കാത്തതെന്നല്ല ഞാൻ പറയുന്നത്, സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പോപ്പുലേഷൻ കുറവാണ്, പോപ്പുലേഷൻ പ്രഷർ കുറവാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും അത്യധ്വാനം ചെയ്യുകയാണ്. സർവൈവൽ മാത്രമല്ല, നമുക്ക് സമ്പാദിച്ചു വെക്കുന്നതിന് കൂടി. അപ്പൊ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇത്രമാത്രം മത്സരം നടക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പൈതൃകം വലിയൊരു വിഷയമല്ലാതെ ആയിപ്പോകുന്നു. അത് നമുക്ക് സ്വാഭാവികമാണ്, അത് നമുക്ക് ആരും തെറ്റു പറയാൻ പറ്റില്ല. ആദ്യമായിട്ട് അതിനു വേണ്ടത് നമ്മൾ ലോക്കൽ ആയിട്ടുള്ള ആളുകളെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് 90 വയസ്സിന് മേലെ പ്രായമുള്ള ഒരു പാട്ടനാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ ഉണ്ടായിരുന്ന ഓരോ ഈ ഹീറോ സ്റ്റോണിനെ കുറിച്ചിട്ടും ഗവൺമെന്റിനെ കുറിച്ചും ഒക്കെ ഉള്ള കഥകൾ പറഞ്ഞു തന്നതും എല്ലാമാണ്. ഇന്നൊരു പക്ഷെ നമ്മുടെ മുത്തച്ഛന്മാർക്ക് അറിയുന്ന ഒരു കഥകൾ, കാരണം വെച്ചാൽ അവർ പുതിയ ജനറേഷനിൽ വന്നു. പക്ഷെ ഇന്നും ഇവരുടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്തത് ഇവിടെ നിന്നെല്ലാം ഈ ചരിത്രം എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് അത് നശിച്ചുവാൻ അടുത്ത തലമുറയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ഇവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ലോക്കലായിട്ടുള്ള ആളുകൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവരുടെ ഇടയിൽ ഒരു യത്നമായിട്ടുള്ള സർവേ, എങ്ങനെ ഈ സമൂഹം ഈ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തി അവരെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയാണ്. ദെൻ അവരുടെ ഐഡന്റിറ്റി ഈ ഒരു കൾച്ചർ മോണുമെന്റിലൂടെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മറ്റൊന്ന്, അവരുടെ സമയവും അവരുടെ അധ്വാനവും നഷ്ടപ്പെടുന്നതിന് അതിലൂടെ ഒരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യുക. ഈ മെത്തേഡാണ് നമുക്ക് അവലംബിക്കാൻ പറ്റുന്നത്. ഇതിന് തക്ക രീതിയിലുള്ള ഒരു ഗവൺമെന്റ് റെഗുലേഷൻ വേണം. ആ ഗവൺമെന്റ് റെഗുലേഷൻ ഇല്ലാതെ പറ്റില്ല. നമ്മളിപ്പോ കൺസർവേഷൻ നമ്മളിപ്പോ ലോക്കലായിട്ടുള്ള ജനങ്ങളെ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ സർവേ റിസർച്ച് സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൊസൈറ്റികളോ ആളുകളെ പിടിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. ഇതിന് ഗവൺമെന്റ് റെഗുലേഷൻ വേണം. ഈ ഗവൺമെന്റ് റെഗുലേഷൻ ചെയ്യേണ്ടത് ഇതിന്റെ ഓണർഷിപ്പും കൺസർവേഷൻ മാനേജ്മെന്റും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ഇത്തരത്തിൽ രൂപീകരിക്കപ്പെടുന്ന ജനകീയ സമിതികൾക്ക് കൂടി
മാറ്റേണ്ടതുണ്ട്. പഞ്ചായത്തുകളിൽ കൂടുതൽ അധികാരം കൊടുക്കുക. ഇപ്പോ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഞങ്ങൾ നേരിട്ടത് മറയൂരിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം സിനിമാക്കാർ വന്നിട്ട് ഈ ഗവൺമെന്റിനെ പുറത്ത് കയറി ഡാൻസ് കളിക്കും. നിരവധി സിനിമകൾ ഒരു വർഷം കണ്ടിട്ടുണ്ടാവും. ഡാൻസ് കളിക്കുക, സൺസെറ്റ് അവിടെ നല്ല ഭംഗിയാണ്. കാരണം നമ്മുടെയൊക്കെ കാരണവന്മാർ അത്രയും വളരെ പ്രസ്റ്റേജ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവിടെയൊക്കെ അലക്കം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ഈ സിനിമാക്കാർ ഡാൻസ് ചെയ്ത് പലതും അത് മറിച്ചിട്ട് പൊട്ടിച്ചു പോയി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പഞ്ചായത്തിലേക്ക് അലോട്ട് ചെയ്ത് കൊണ്ട് ഒരു നല്ല പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹം അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ 3 ലക്ഷം രൂപ അനുവദിക്കാം എന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ പഞ്ചായത്തിന് അനുവദിച്ച് അവിടെ ഞങ്ങൾ ഫെൻസ് ചെയ്യും. ഫെൻസ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം ശാസ്ത്രീയമല്ലെന്നറിയാം. ഈ 3 ലക്ഷം രൂപയ്ക്ക് അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഫെൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നിലനിന്ന് പോന്നു. അത് കഴിഞ്ഞ് എന്തായാലും പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടെ വരുന്നു. ആ ഡിപ്പാർട്ട്മെന്റ് അത് ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് അതിലുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ പഞ്ചായത്തിലേക്ക് തൊഴിക്കാൻ പോകും. പഞ്ചായത്ത് അതിൽ പിന്നെ ഇൻവോൾവ് ചെയ്യാൻ ഉള്ള അധികാരമില്ലാതെ. അപ്പൊ ഞങ്ങൾ സജസ്റ്റ് ചെയ്തത് അവിടെ ജീവിക്കുന്ന കുറച്ച് ആദിവാസികളുണ്ട്, അവരെടുത്തൊരു ട്രെയിനിങ് കൊടുത്ത് ഇവർക്കൊരു ട്രെയിനിങ് കൊടുത്ത് ഇവരേക്ക് ഒരു കൾച്ചറൽ ട്രെയിൻ ഉണ്ടാക്കുക. അപ്പൊ അതിലൂടെ ഇവർക്ക് സംരക്ഷിക്കാൻ ആരെങ്കിലും പുറത്തു ധാരാളം വന്ന് നശിപ്പിക്കാൻ പോകുമ്പോൾ എത്ര നശിപ്പിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ഒരു അവകാശം അവരുണ്ടാക്കുക. അപ്പൊ അത് പക്ഷേ എന്തെന്ന് വെച്ചാൽ ഇന്നും ഇപ്പൊ അവിടെ ആൾക്കാർ സിനിമാക്കാർ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് അത് തടയുന്നതിനോ അത് സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഇല്ലാത്ത രീതിയിൽ അത് മാറപ്പെട്ടു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്ത് അവസാനമായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒന്ന് RT ആണ്, റെസ്പോൺസിബിൾ ടൂറിസമാണ്. ടൂറിസം എന്ന് കേൾക്കുമ്പോൾ എനിക്കറിയാം പലരുടെയും മുഖം ചോദിക്കുന്നുണ്ടാവും. കാരണം ഒരു കാലത്ത് ഇവിടെ ടൂറിസത്തിൽ പല കൊട്ടാരങ്ങളും പൊളിച്ചിരിക്കാനടുത്ത് ഇവിടെ പല ടൂറിസം കമ്പനികളുമാണ് ആ കൊട്ടാരങ്ങൾ വാങ്ങിയത്. അന്ന് ഈ ചരിത്രകാരന്മാരുടെയും മറ്റുള്ളവരുടെയും നിരവധി ചോദ്യങ്ങളുണ്ടായി, എന്തിനാണ് ഈ ടൂറിസം വെഞ്ചേഴ്സിന് കൊടുക്കുന്നത്. പക്ഷെ സത്യം എന്ന് പറയട്ടെ, കൊല്ലങ്കോട് പാലസ് ഒരുപക്ഷെ ഒന്നുമല്ലാത്ത രീതിയിൽ അതപ്പതിച്ചു പോവുകയാണ്. അതിനെ CGH എന്ന് പറയുന്ന ഒരു കമ്പനി എടുത്തുകൊണ്ട് ആ പാലസ് അതുപോലെ നിലനിർത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം പോലും അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് അവരത് നിലനിർത്തിപ്പോകും. ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മാർവാടികളോ ആരെങ്കിലും അത് പൊളിച്ചെടുത്ത് വേറെ എവിടെയും കൊണ്ടുപോയി റിസോർട്ട് വയ്ക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ വരുന്നത് റെസ്പോൺസിബിൾ ടൂറിസമാണ്. ഇന്ന് ഗവൺമെന്റ് ഓഫ് കേരളയുടെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ നടക്കുന്നുണ്ട്. ആ മിഷൻ പ്രകാരം നമ്മൾ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ഓരോ പഞ്ചായത്തിലേക്കും വന്നു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ലീഡറിനായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ആ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിലേക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് കൈമാറുകയും ചെയ്താൽ അതിലൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയും അത് സസ്റ്റൈനബിൾ ലെവലിലേക്ക് മാറുകയും ചെയ്യും. അവിടെയാണ് സസ്റ്റൈനബിൾ കൺസർവേഷൻ. ആദ്യം ഇവിടെ ഹക്കി സൂചിപ്പിക്കുകയുണ്ടായി, സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസർവേഷൻ. എങ്ങനെയാണ് നമുക്ക് സസ്റ്റൈനബിൾ കൺസർവേഷൻ ഉണ്ടാവുക? ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് കൊണ്ട് ഒരു കൺസർവേഷൻ സസ്റ്റൈനബിൾ ആവും? കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഓരോ മാറി മാറി വരുന്ന ഗവൺമെന്റിന്റെ അവരുടെ പ്രിഫറൻസസും അവരുടെ ധാരണകളിലും എല്ലാം ഉണ്ടാകുന്ന വ്യത്യാസം ഇതിലേക്കുള്ള ഫണ്ട് അലോക്കേഷൻ നിന്ന് പോകും. അപ്പൊ ഫണ്ട് അലോക്കേഷനിലൂടെ ഗവൺമെന്റിന്റെ ഫണ്ട് മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൺസർവേഷൻ കിട്ടില്ല. അപ്പൊ സസ്റ്റൈനബിൾ ആകണമെന്നുണ്ടെങ്കിൽ ആ മൂവ്മെന്റിൽ നിന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനും ആ ഇൻകം ജനറേഷനിലൂടെ അത് നിലനിർത്താനും പറ്റും. അപ്പൊ ഇത്രയാണ് എനിക്ക് ഈ ഒരു പ്രസന്റേഷനിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പലപ്പോഴും വ്യവസ്ഥാപിതമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അത് ചോദിക്കാൻ ഉത്തരം കാണുകയും എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിലവിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് സിസ്റ്റങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ കാണുന്ന മുനിയറ, നമ്മൾ മുനിയറ എന്ന് പറയാം അല്ലേ? മുനിയറയുടെ അർത്ഥം എന്താണ്? ഗവൺമെന്റ് അർത്ഥം എന്താണ്? ഇന്നും നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ചരിത്രകാരന്മാർക്കിടയിൽ പോലും അത് മാറ്റം വരുത്തിയിട്ടില്ല. അതൊരു അപമാനമല്ലേ? മുനിയറ എന്ന് പറയുന്നത് ജെയിൻ ബഡ്സ് ആണ്. ഇന്ന് ഡോൾമന് പകരമായിട്ട് പല ചരിത്രകാരന്മാരും പോലും എഴുതുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ ചരിത്ര കോൺഫറൻസുകളിലും ഒക്കെ അവതരിപ്പിക്കുന്നത് ഡോൾമൻ എന്ന് പറയുന്നത് ബ്രാക്കറ്റിൽ മുനിയറയിലും. മുനിയറ എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. അതിന്റെ പേര് പാണ്ഡ്യൻ പേര് എന്നാണ്. പാണ്ഡ്യൻ പേര് ഇൻ ദ നെയിം ഓഫ് പാണ്ഡ്യൻ പേര്. പാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠനായവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ തന്നെ സിസ്റ്റ് ബറിയൻസിന് പാണ്ഡ്യൻ കുഴി എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഒരു പഴയ ചരിത്രകാരൻ 1924
LA കൃഷ്ണയ്യരുടെ അച്ഛനായിട്ട് അത് പാണ്ഡുക്കുളി എന്ന് ഇംഗ്ലീഷിൽ എഴുതിപ്പോയി. പാണ്ഡുക്കുളി എന്ന് ഇംഗ്ലീഷിൽ എഴുതിപ്പോയി. പിന്നീട് ഇതുവരെയുള്ള എല്ലാ റിസർച്ചിലും അത് എന്താണ്? പാണ്ഡുക്കുളിയാണ്. ആരും മാറ്റിയിട്ടില്ല. അതിന് പാണ്ഡവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാണ്ഡ്യൻ എന്ന് പറയുന്നത് പ്രാചീന തമിഴിലെ ശ്രേഷ്ഠനായവനാണ്. അദ്ദേഹത്തിനോട് ആകെ പറഞ്ഞു കൊടുത്ത് ലോക്കലായിട്ടുള്ള കിട്ടിയൊരു വിവരം തന്നെയായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇത് പാണ്ഡവരുടെ അടക്കം ചെയ്തിരിക്കുന്ന മൊഴിയാണ്. പാണ്ഡവരല്ല, പാണ്ഡ്യരാണ്. പാണ്ഡ്യൻ ചോദ്യം എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അപ്പൊ അവരെ അടക്കം ചെയ്തിരുന്ന പാണ്ഡ്യൻ പേര്, അതുപോലെ തന്നെ നിലപ്പേര്, സിസ്റ്റ് ബറിയേഴ്സ് എന്ന് പറയുന്നത് നിലപ്പേരെന്നാണ്. നിലത്ത് ഒരാളുടെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്മാരകം മുതുമക്കൾ താഴിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് തിരുത്തലുകൾ നമുക്ക് നമ്മുടെ ചരിത്രത്തിലും ഈ ചരിത്ര സ്മാരകങ്ങളിലും ആവശ്യമുണ്ട്. അതിനൊക്കെയുള്ള ഒരു മനസ്സ് ഉണ്ടാവാതെ ഇതുവരെയുള്ള വ്യവസ്ഥാപിതമായിരുന്ന എല്ലാ കാര്യങ്ങളെയും മാത്രം ഉൾക്കൊണ്ട് അതാണ് സത്യം എന്ന് വിശ്വസിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു കാരണവശാലും ഈ സംരക്ഷണം പൂർത്തിയാകുകയുള്ളൂ. ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, പൊതുജന പങ്കാളിത്തം, സാധാരണക്കാരുടെ പങ്കാളിത്തം, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ ജോലിയുള്ളവരുടെയോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ഹോബിക്ക് വേണ്ടിയിട്ട് കൺസർവേഷനിലേക്ക് വരുന്നവരുടെയോ അല്ല, സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് വിജയകരമായ ഒരു സംരക്ഷണമായിട്ട് മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ പറയാനുള്ള സമയവുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തുടർന്ന് കേട്ടിട്ടുന്നതിന് വളരെ നന്ദി.